ഇന്ന് ഉച്ചയ്ക്ക് സ്നേഹക്കൂട്ടിലേക്ക് ഒരു കോള് വന്നു. കുറിച്ചി പഞ്ചായത്ത് പ്രസിഡന്റും ചിങ്ങവനം സിഐയും ചേർന്നാണ് രുക്മിണി എന്ന ഒരു അമ്മയുടെ അവസ്ഥ നമ്മളെ വിളിച്ചറിയിക്കുന്നത്. 3 ദിവസമായിട്ട് കുറിച്ചിയിൽ ഈ അമ്മ ചുറ്റിക്കറങ്ങുകയാണ്. കുറിച്ചി ഹോമിയോ കോളേജിന് അവിടെയായിട്ടൊക്കെ അമ്മയെ കാണുന്നുണ്ട്. മഴ നനഞ്ഞ് രാത്രിയിലൊക്കെ നിൽക്കുന്നതായിട്ടൊക്കെ ഇവർ കണ്ടിട്ടാണ് നമ്മളെ വിളിച്ചറിയിച്ചത്. മാനസിക പ്രശ്നമുള്ളവരെ ശരിക്കും സ്നേഹക്കൂട്ടിൽ താമസിപ്പിക്കാനായിട്ട് നമുക്ക് പരിമിതികളുണ്ട്. നമുക്ക് സെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെയുള്ള അച്ഛനമ്മമാരുടെ കൂടെ നമ്മൾ എങ്ങനെയാണ് ഇതുപോലുള്ള ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുകയെന്നൊന്നും നമുക്കറിയില്ല. എന്താണേലും ആ അമ്മയുടെ അവസ്ഥ ഒന്ന് നേരിൽ ചെന്ന് കാണാമെന്ന് ഓർത്തിട്ടാണ് നമ്മൾ കുറിച്ചിയിലെത്തുന്നത്. കുറിച്ചിയിൽ നമ്മൾ എത്തുമ്പോൾ അവിടെ പോലീസ് ഉദ്യോഗസ്ഥരും പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ചുള്ള ആളുകളുമൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എത്തിയപ്പോൾ ഈ അമ്മയെ കണ്ടപ്പോൾ അമ്മ ഭയങ്കര വയലൻ്റ് ആണ്. നമ്മളെ ഒന്നും അമ്മയുടെ അടുത്തേക്ക് അടുപ്പിക്കുന്നില്ല. ഭയങ്കരമായിട്ട് മോശം ചീത്തയും ഒക്കെ പറയുന്ന മോശം ഭാഷകളൊക്കെ ഉപയോഗിച്ച് ചീത്ത വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അമ്മ. അപ്പം നമ്മൾ അടുത്തേക്ക് ചെല്ലാനൊന്നും അമ്മ സമ്മതിക്കുന്നില്ല. തലയിലൊരു കെട്ടൊക്കെ കെട്ടിവെച്ച് കയ്യിൽ 2-3 വിറക് കമ്പുകൾ ചേർത്ത് വെച്ചിട്ട് ബാഗിനകത്ത് വിറക് നിറച്ചിട്ടാണ് ഒരു ബാഗൊക്കെ കയ്യിലിരിക്കുന്നത്. തുണിയൊന്നും ഇല്ല അതിനകത്ത്. അപ്പോൾ അങ്ങനെ ഒരു 2-3 ബാഗും പിന്നെ ഒരു ഓടക്കുഴലാന്ന് പറഞ്ഞ് ഒരു ഇരുമ്പിൻ്റെ ഒരു കഷ്ണവും എല്ലാം അമ്മയുടെ കയ്യിലുണ്ട്. നമ്മൾ അവിടെ ചെന്ന് അമ്മയെ ഒന്ന് സമാധാനിപ്പിച്ചൊന്ന് വണ്ടിയിൽ കയറ്റാനായിട്ട് നമുക്ക് ശരിക്കും ബലം പ്രയോഗിച്ച് കയറ്റേണ്ടതായിട്ട് വന്നു. അമ്മയെ പറഞ്ഞിട്ടൊന്നും അമ്മ അനുസരിക്കുന്നില്ല. എന്തൊക്കെയോ പറയുന്നുണ്ട്. നമുക്ക് അറിയാത്ത ഭാഷയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അമ്മ പറയുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ വണ്ടിയിൽ അമ്മേനെ കയറ്റി നമ്മൾ സ്നേഹക്കൂട്ടിലേക്ക് വരുന്ന വഴിയിൽ അമ്മയോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അമ്മ പറഞ്ഞ കാര്യങ്ങളാണ്. ഭർത്താവിൻ്റെ പേര് മുത്യ മണിയൻ എന്നാണെന്നും അമ്മയെ ഉപേക്ഷിച്ച് പോയതാണെന്നും ഒക്കെ ചീത്ത വിളിച്ചുകൊണ്ടാണ് അമ്മ പറയുന്നത്. തരാനില്ല എന്റെ മോളെ ആനയെ കൂടെ തിന്നാനില്ല. ആനയെ കൂടെ എനിക്ക് എന്റെ മോളെ മക്കളെ നിങ്ങളെ കണ്ണാടി ചന്ദനം കൂടെ കൊണ്ടുപോരെ. ഇനി ചന്ദനം തരണം. ഇനി എന്നാ ഇച്ചിരി കാപ്പ് കുടിച്ചിട്ട് നിങ്ങളെനിക്ക് ലാളിച്ചൊന്നും തരണം. അമ്മ പറയുന്നത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും അമ്മയ്ക്ക് 3 മക്കളുണ്ടെന്നും രാജീവെന്നും രാജിയെന്നും സുജയെന്നും ഒക്കെയാണ് പേരെന്നൊക്കെയാണ് അമ്മ പറയുന്നത്. പത്തനംതിട്ട ജില്ലയിൽ അടൂരാണ് സ്ഥലമെന്നാണ് പറയുന്നത്. ആനക്കോട്ട് ജോസഫ് അച്ചായൻ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് അമ്മ പറയുന്നുണ്ട്. അമ്മ പറയുന്നതൊന്നും നമുക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല. കുറുമ്പാരയിൽ പോകണം, അവിടാണ് വീടെന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ എന്താണേലും നല്ല വയലൻ്റ് ആയിരുന്നു. ഒരു വിധത്തിൽ സ്നേഹക്കൂട്ടിൽ എത്തിച്ച് നമ്മുടെ സേവന പ്രവർത്തകരും ഞാനും ഒക്കെ ചേർന്നിട്ട് അമ്മയെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കുളിപ്പിച്ചൊക്കെ വൃത്തിയാക്കി കസേരയിലൊക്കെ ഇരുത്തി കഴിഞ്ഞപ്പം ആള് കുറച്ചൊക്കെ ഒന്ന് ശാന്തമാകാൻ തുടങ്ങി. പൊട്ടും അമ്മയ്ക്ക് മാലയും ഒക്കെ ഇട്ട് കൊടുത്തു. എന്താണെങ്കിലും അമ്മയെ വൃത്തിയാക്കി കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിച്ചപ്പം അതിനകത്ത് അച്ചാറിട്ടതാ ചമ്മന്തി ഇട്ടതാന്നൊക്കെ ചോദിച്ചു. എന്താണെങ്കിലും അച്ചാറൊക്കെ ഉണ്ടായിരുന്നതൊക്കെ കൊടുത്തു. അതൊക്കെ കൂട്ടി അമ്മ കഞ്ഞി കുടിച്ചത് കൂടാതെ 2-3 പ്രാവശ്യം കഞ്ഞിവെള്ളം മേടിച്ച് കുടിച്ചു. നല്ല ദാഹവും നല്ല രീതിയിൽ വിശപ്പുണ്ടായിരുന്നു അമ്മ കഴിക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. എന്താണെങ്കിലും അമ്മയെ നല്ല രീതിയിൽ സമാധാനപ്പെടുത്തി നമ്മളുമായിട്ട് ആദ്യത്തിൽ നിന്നും കുറച്ചുകൂടെയൊക്കെ അടുത്തടുത്ത് വരുന്നുണ്ട്, സംസാരിച്ചൊക്കെ വരുന്നുണ്ടായിരുന്നു. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ അമ്മയെ പരിചയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മയുടെ മക്കളെ ഒക്കെ പരിചയമുണ്ടെങ്കിലോ മക്കളെ കണ്ടെത്താനും വീട് കണ്ടെത്താനുമായിട്ട് സഹായിക്കുക. നിങ്ങളുടെ വിലയേറിയ ഓരോ ഷെയറും ഈ അമ്മയുടെ ബന്ധുക്കളെയോ മക്കളെയോ കണ്ടെത്താൻ സഹായിക്കുമെങ്കിൽ അതൊരു വലിയ പുണ്യമല്ലേ. അപ്പം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക.